നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ ബി.ജെ.പിയിൽ നേതൃതലത്തിൽ അതൃപ്തി ശക്തം. നിലമ്പൂരിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് ഇന്നലെ കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അങ്ങനെ നിലമ്പൂർ അങ്ങനെ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമൊന്നുമുള്ള ഒരു മണ്ഡലമല്ല എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ ഇപ്പോൾ അധ്യക്ഷന്റെ നിലപാടിന് വിരുദ്ധമായി പാർട്ടിക്കകത്ത് നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് എത്രത്തോളം ശക്തമായാണ് ദീപക് ധർമ്മടം? റീജിത്ത്, പാർട്ടിക്കകത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ബി.ജെ.പി എന്നുള്ള നിലയിലാണ് ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ കോർ കമ്മിറ്റിയിൽ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 8 മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്, അതിൽ പ്രത്യേകിച്ച് മത്സരിക്കേണ്ട ആവശ്യമില്ല, മാത്രവുമല്ല ബി.ജെ.പിക്ക് അവിടെ ശക്തിയില്ല, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ബി.ജെ.പി പോകേണ്ടതില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എടുത്തത്. പക്ഷേ എന്നാൽ ഇന്ന് നമുക്ക് പാർട്ടിക്കകത്തു നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിരവധി നേതാക്കൾ നിലമ്പൂരിൽ മത്സരിക്കണമെന്ന നിലപാടെടുക്കുന്നു. പ്രത്യേകിച്ചും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഉൾപ്പെടെ സ്വാഭാവികമായും ബി.ജെ.പിക്ക് വളരെ വോട്ട് കുറഞ്ഞ പുതുപ്പള്ളിയിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച ചരിത്രമാണ് ബി.ജെ.പിക്ക് കഴിഞ്ഞ ടേമിൽ ഉണ്ടായത്. അതായത് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായ സമയത്തുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ബി.ജെ.പി മത്സരിപ്പിച്ചു. പക്ഷേ എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ അതിൽ നിന്നും വ്യത്യസ്തമായി മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നു. മറ്റൊന്ന്, പഴയ വടകര ബേപ്പൂർ ആരോപണങ്ങളൊക്കെ ഉള്ളതാണ്, കോൺഗ്രസിന് വോട്ട് മറിച്ചു എന്നുള്ള ആരോപണം വരാൻ സാധ്യതയുണ്ട്. ഇത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും. മറ്റൊന്ന്, 45.5% ഹിന്ദു വോട്ടും 10.5% ക്രിസ്ത്യൻ വോട്ടുമുള്ള ഒരു സ്ഥലത്ത് ക്രൈസ്തവ സഭ ബി.ജെ.പിക്കൊപ്പം ദേശീയ നേതൃത്വത്തിൽ അണിനിരത്തിക്കൊണ്ടിരിക്കുന്നൊരു വേളയിൽ ഇത്തരത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കാനെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ കോർ കമ്മിറ്റിയിൽ തന്നെയുള്ള മുതിർന്ന നേതാക്കളിൽ ഏറെ പേരും മുൻ സംസ്ഥാന പ്രസിഡന്റുമാരിൽ വി മുരളീധരൻ ഈ നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ കൃഷ്ണകുമാർ, സുധീർ തുടങ്ങിയ പല നേതാക്കളും മത്സരം നടക്കണം, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്ന നിലപാടിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കുന്നതിനിടെ അല്ല, പാർട്ടിക്ക് അവിടെ സ്ഥാനാർത്ഥി വേണം, ബി.ജെ.പിക്ക് അവിടെ സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിന്ന് തന്നെ ശക്തമാകുന്നു എന്നാണ് ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്.